എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനം കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിൻ്റെ തുടർച്ചയാണ്. എങ്കിലും അതിനോട് കൂട്ടിച്ചേർത്ത് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കട്ടെ. ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത്. 2-ാം അധ്യായം, 3-ാം അധ്യായം എല്ലാം ഇതിൻ്റെ തുടർച്ചയായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 20 കഴിഞ്ഞ ധ്യാനത്തിന് തെരഞ്ഞെടുത്തു. ശാപത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തു സ്വാതന്ത്ര്യം തന്നു എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ പണ്ടത്തെ നാളുകൾക്കെല്ലാം രൂപാന്തരം വന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് രൂപാന്തരമാണ്, ട്രാൻസ്ഫർമേഷൻ. ജീവിതത്തിന് പുതിയ അനുഭവം വന്ന ധാരാളം ആളുകൾ വേദപുസ്തകത്തിലും അതുപോലെ അല്ലാതെയും നമുക്ക് പരിചിതരാണ്. പൗലോസ് പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. സക്കായി പുതിയ സൃഷ്ടിയായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സെന്റ് അഗസ്റ്റിനെ കുറിച്ച് അങ്ങനെ വായിക്കുന്നു. അങ്ങനെ അനേക വിശുദ്ധന്മാർക്കും അതുണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ പുതു സൃഷ്ടിപ്പ് ഉണ്ടാകുന്നത് വചനത്തിൻ്റെ ക്രിയയാലാണ്. പലപ്പോഴും ജീവിതാനുഭവങ്ങളിൽ കർത്താവിനോട് അടുക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് പറഞ്ഞതുപോലെ ഇനി എന്ന പദം പറയാൻ സാധിക്കുമോ എന്നതാണ് സംശയം. ഇനി ജീവിക്കുന്നത് ഞാനല്ല. പണ്ടത്തെയും ഇന്നത്തെയും ജീവിതം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. എന്നാൽ എനിക്ക് ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്നു എന്ന് അപ്പോസ്തലൻ സാക്ഷിക്കുന്നു. അതുകൊണ്ട് രൂപാന്തരം മാത്രം പോരാ. പൗലോസ് പറയുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല. ഞാൻ ഇല്ല എന്നല്ല പറയുന്നത്. ഞാൻ ഇല്ലെന്ന് പറയാൻ എളുപ്പമാണ്. ഞാൻ വരുന്നില്ല, ഞാൻ പങ്കെടുക്കുന്നില്ല, ഞാൻ ഇല്ല, ഇതിനൊന്നും ഞാനില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഞാൻ അല്ല എന്ന് പറയാൻ അല്പം പ്രയാസമാണ്. എല്ലാം ഞാനാണ് എന്ന് പറയുന്നതിനാണ് സന്തോഷം കൂടുതൽ. ഇതെല്ലാം ഞാനാണ് പ്ലാൻ ചെയ്തത്, ഞാനാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്, ഇതൊക്കെ എൻ്റെ ബുദ്ധിയാണ് അല്ലെങ്കിൽ എൻ്റെ ആലോചനയാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. എന്ത് ചെയ്താലും 4 പേർ അറിയത്തക്ക വിധത്തിൽ അത് ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ട്രെൻഡ് ഇന്ന് നിലവിലുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഞാനല്ല എന്ന് പറയുന്നതാണ് ആത്മീയതയുടെ ലക്ഷണം. അതിന് മറ്റൊരു ഉദാഹരണം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ജോസഫിനെ കാരാഗൃഹത്തിൽ നിന്നും കൊണ്ടുവന്ന് ഫറവോൻ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഫറവോന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ജോസഫിനോട് ചോദിക്കുന്നു, നീ ഒരു സ്വപ്നം കണ്ടാൽ വ്യാഖ്യാനിക്കും എന്ന് ഞാൻ അറിയുന്നു. അതിന് ജോസഫ് പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ജോസഫ് പറയുന്നു, ഞാനല്ല, സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് ഞാനല്ല.
അത് ദൈവമത്രേ എന്ന് പറയുന്നു. അത് ഞാനല്ല എന്ന് പറയണമെങ്കിൽ സ്വയത്തെ ക്രൂശിക്കുക എന്ന അനുഭവത്തിലേക്ക് വരണം. പൗലോസ് അതാണ് സാക്ഷീകരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വയത്തെ ക്രൂശിക്കുക എന്ന വലിയൊരു സമർപ്പണം ഉണ്ടാകും. സമർപ്പിച്ചു എന്നൊക്കെ അനേക ഇടങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. എങ്ങനെയാണ് സമർപ്പിച്ചു എന്ന് ആ ഒരു അനുഭവം തിരിച്ചറിയുക? അതിൻ്റെ തെളിവെന്താണ്? ഇനി ജീവിക്കുന്നത് ഞാനല്ല, രൂപാന്തരപ്പെട്ട സ്വയത്തെ ക്രൂശിച്ച ജീവിതം. സ്റ്റാൻലി ജോൺസ്, അദ്ദേഹം വലിയ പ്രസംഗകനായിരുന്നല്ലോ, കൺവേർഷൻ എന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദാസന് പല പരിവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം അദ്ദേഹം പറയുന്നു, സംസാര ഭാഷയിൽ ഉണ്ടാകേണ്ട പരിവർത്തനം. കൺവേർഷൻ ഫ്രം അവർ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്. ചിലരൊക്കെ മാനസാന്തരപ്പെട്ടു എന്നൊക്കെ പറയുന്നെങ്കിലും ഭാഷ പഴയത് തന്നെയാണ്, അതിനൊരു മാറ്റവും. രൂപാന്തരപ്പെട്ടെങ്കിൽ, നമ്മൾ കർത്താവിനുമായുള്ള ബന്ധത്തിൽ രക്ഷയുടെ അനുഭവത്തിൽ വന്നെങ്കിൽ ഈ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടാകണം. മറ്റൊന്ന് സ്വയത്തിൽ നിന്നുള്ള രൂപാന്തരമാണ്, കൺവേർഷൻ ഫ്രം സെൽഫ്. ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആ സ്നാനം? ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന അനുഭവമാണത്. ക്രൂശ് ജീവിതത്തിന്റെ അനുഭവമായി മാറണം. ക്രൂശ് ശുദ്ധീകരണത്തിന്റെ സ്ഥലം മാത്രമല്ല, ക്രൂശിക്കപ്പെടുന്ന സ്ഥലം കൂടെയാണ്. പലപ്പോഴും ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ ശുദ്ധീകരണ സ്ഥലം, പാപം പോക്കിയ സ്ഥലം എന്നൊക്കെയാണ് ഊന്നൽ നൽകി പറയുന്നത്. എന്നാൽ ക്രൂശ് ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാൻ അല്ല. കുട്ടികളെയൊക്കെ ഇംഗ്ലീഷ് അക്ഷരമൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് മുൻപൊക്കെ കണ്ടിരുന്നു, പഴയ കാലത്ത് ജെ എന്ന ഇംഗ്ലീഷ് അക്ഷരം പഠിപ്പിക്കാൻ നൽകിയ ഒരു ഉദാഹരണം ജാക്ക് ഇൻ ദ ബോക്സ് എന്നായിരുന്നു. ജാക്ക് ഒരു പെട്ടിക്കകത്തുള്ള ഒരു കൊച്ചു തലയാണ്. ആ തല ഒരു സ്പ്രിങ്ങിലാണ് ഇങ്ങനെ ഘടിപ്പിച്ചു വച്ചിരിക്കുന്നത്. സ്പ്രിങ്ങിൽ നിൽക്കുന്ന തല അകത്ത് കയറണം എങ്കിൽ തല പിടിച്ച് താഴോട്ട് അമർത്തണം. അമർത്തിക്കഴിഞ്ഞ് അതിൻ്റെ മൂടി കൊണ്ട് അടച്ചാൽ പിന്നെ ഒരിക്കലും അത് പുറത്തോട്ട് വരില്ല. എന്നാൽ മൂടി ഒരല്പം തുറന്നാൽ സ്പ്രിങ്ങിൽ നിൽക്കുന്നത് കൊണ്ട് തല പെട്ടെന്ന് പുറത്തേക്ക് ചാടി വരും. ഇത് സ്വയത്തിന് നല്ല ഒരു ചിത്രീകരണമാണ്. അത് സ്പ്രിങ്ങിൽ നിൽക്കുന്നു. നമ്മുടെ മാനസാന്തരവും പലപ്പോഴും ഇങ്ങനെയാണ്. പഴയ മനുഷ്യനെ സ്വയത്തെ അടച്ച് വച്ചിരിക്കുകയാണ്. തുറക്കുന്ന നിമിഷം തല പുറത്തു വരും. പലപ്പോഴും നമുക്ക് ആവേശമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ സ്വയം ക്രൂശിക്കപ്പെടുന്നില്ലെങ്കിൽ ഓരോ അവസരത്തിലും അത് വെളിപ്പെട്ടു വരും. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല. ക്രൂശിൽ ഒരു മനുഷ്യനെ കണ്ടാൽ അതിൻ്റെ അർത്ഥം അവൻ മരിക്കാൻ പോകുന്നു എന്നാണ്. ക്രൂശിൽ കിടക്കുന്നവന് യാതൊരു അഭിലാഷവുമില്ല. അവൻ പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടവനാണ്. ക്രൂശ് നമ്മുടെ സ്വയം ഇല്ലാതാക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല. നാളുകളായിട്ട് നാം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനല്ല എന്ന് പറയാം. സ്വന്തം വീട്ടിൽ ഞാനല്ല എന്ന് പറയാൻ അല്പം പ്രയാസമാണ്.
ഞാൻ എന്നുള്ള ഭാവം ഒന്ന് ഒടിയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞാനാണ് എന്ന ഭാവം ഉള്ളിലുണ്ടെങ്കിൽ അത് കലഹത്തിലേക്ക് നയിക്കും. എല്ലാം ഞാനാണ് എന്ന ചിന്ത ഒരാൾ വെച്ചു പുലർത്തിയാൽ അത് കുടുംബത്തിലും സഭയിലും സമൂഹത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, എല്ലാറ്റിൻ്റെയും പിൻപിൽ നിന്ന് ചുക്കാൻ പിടിച്ചിട്ട് ആരും കാണാതെയും കേൾക്കാതെയും ശ്രദ്ധിക്കാതെയും മാറി നടക്കുന്നവരുണ്ട്. ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, നല്ല ഒരു വലിയ തുകയൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ചെലവാക്കും. എന്നിട്ട് പറയാം, ആരോടും പറയരുത്, ഞാനാണിത് ചെയ്തതെന്ന് ആരോടും പറയരുത്. അത് വലിയ സമർപ്പണത്തിൻ്റെ അടയാളമാണ്. സ്വയത്തെ ക്രൂശിച്ചവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാനും പറയാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. ആരും അറിയാതെ കേൾക്കാതെയും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതിനും കരുതലിൻ്റെ കരം നീട്ടുന്നതിനുമൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ സ്വയത്തെ ക്രൂശിക്കണം. നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഉപയോഗിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയും കൃപയും അടിയങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ തന്നെ മനസ്സിലാക്കുന്നതിനും സ്വയത്തെ ക്രൂശിക്കപ്പെട്ടവരായി ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാനും സഹായിക്കണമേ. ഇന്നത്തെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. പ്രഭാതം മുതൽ കർത്താവിൻ്റെ കരുണ, കർത്താവെ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിഭാഗവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷം നൽകണമേ. പ്രിയപ്പെട്ടവരുടെ വേർപാടിലൊക്കെ വിലപിക്കുന്ന കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുതൽ കൂടെ ഇരിക്കണം. ആശ്വാസവും ധൈര്യവും ഒക്കെ നൽകണമേ. പ്രത്യാശകൾ നൽകണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും വഴി നടത്തലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.